ആ ഒരു പിടി കഥകളുമായിട്ടാണ്, അതിൻ്റെ മേൽവിലാസത്തിലാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചത്. അന്ന് എം മുകുന്ദൻ അടക്കമുള്ളവർ, സക്കറിയ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഈ പുസ്തകം ട്രാൻസ്ലേറ്റബിൾ അല്ല എന്ന്, ഇത് മലയാളത്തിന് വഴങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വാശി തോന്നി. ഇപ്പോൾ കശുവണ്ടി ചുട്ട മണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് അതെങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? കുട്ടിക്കഥകൾ നമ്മൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ പോഡ്കാസ്റ്റുകളും കൂടി ധാരാളമായിട്ടുണ്ടായാൽ അത് കുട്ടികളിലേക്ക് എത്തും എന്നുള്ളതാണ്. ഞാനില്ല എങ്കിൽ എൻ്റെ അനുഭവങ്ങൾ വേറെ ആർക്കും എഴുതാൻ പറ്റില്ല. ഞാനില്ലെങ്കിലും നോവലുകൾ പലരിൽ നിന്നും വരും എന്നുള്ളത് തീർച്ചയാണ്. സുഖത്തിൻ്റെ മാമ്പഴം മുറിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളിൽ കൊടും തീയല പടരുമ്പോൾ, നിന്നെ ഞാൻ ഓർക്കുന്നു, നീ പാതിരാത്തി വണ്ടിയിൽ എൻ്റെ ഈണം തീണ്ടി ഉറങ്ങാതിരിപ്പുണ്ടാം. നമസ്കാരം. കഥയുടെ കൊത്തങ്കല്ലുകൾ എന്ന് പേരിട്ടിരിക്കുന്ന ഈ സെഷനിലേക്ക് എനിക്ക് തോന്നുന്നു പി ജയചന്ദ്രൻ്റെ 2 വരികളോടുകൂടി ഈ സെഷൻ തുടങ്ങാം എന്ന് വിചാരിക്കുകയാണ്. കാരണം അത് പി ജയചന്ദ്രൻ ഇനിയില്ല എന്നുള്ളതിൻ്റെ പേരിലല്ല. ഈ കഥയിലെ കവിതയിലെ വരികൾ എപ്പോഴും കഥയുമായി കണക്ട് ചെയ്ത് എൻ്റെ മനസ്സിൽ എപ്പോഴും നിൽക്കാറുണ്ട് എന്നുള്ളത് കൊണ്ടാണ്. ഇത് കഥയമമ്മ എന്ന് പറയുന്ന സിനിമയിലെ റഫീഖ് അഹമ്മദ് എഴുതിയ കുറച്ച് വരികളാണ്. വഴിയോര സത്രത്തിൽ അപരാഹ്ന വേളയിൽ ഒരുമിച്ചു കൂടി പിരിഞ്ഞു പോകും വരെ പറയുക കഥകൾ നിരന്തരം, കഥ പറഞ്ഞങ്ങനെ കഥകളായി കാലത്തിലലിയുക, അതിലൊരു കഥയില്ല എങ്കിലും കഥകളെക്കാൾ ഭാരമില്ല ഭൂമിക്കുമെന്നറിയുക, ആഴമില്ലൊരു സമുദ്രത്തിനും. അപ്പോൾ ഇത് തന്നെയാണ് കഥയെക്കുറിച്ചുള്ള എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന കൺസെപ്റ്റ് എന്ന് പറയാം. കഥ പറഞ്ഞ് കാലത്തിലലിയുക എന്നുള്ളതാണ് എൻ്റെ ചിന്തയിൽ എപ്പോഴും മുന്നിട്ട് വന്ന് നിൽക്കുന്ന കാര്യം. അതിലൊരു കഥയില്ല എന്ന് തിരിച്ചറിയുകയും ചെയ്യുന്നു. അപ്പോൾ ഈ സെഷൻ്റെ പേര് തന്നെ കഥയുടെ കൊത്തങ്കല്ലുകൾ എന്നാണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു കഥയുടെ തിരമാലകൾ എന്നോ കഥയുടെ നക്ഷത്രങ്ങൾ എന്നോ. പക്ഷേ കഥയുടെ കൊത്തങ്കല്ലുകൾ എന്ന് പറയുമ്പോൾ അതൊരു പിടിയേ ഉള്ളൂ. നമ്മുടെ കൈത്തലത്തിൽ ഒതുങ്ങാവുന്നത്രയും ചുരുങ്ങിയ ഒരു എണ്ണം എന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ WLF-ൽ ഒരു സെഷൻ ഉണ്ടായിരുന്നു, കഥയുടെ 40 വർഷം. അപ്പോൾ ഞങ്ങൾ കുറച്ച് പേര് കഥയുടെ 40 വർഷം തികച്ചവരെന്ന് പറഞ്ഞ് ഞങ്ങളെ തിരഞ്ഞെടുത്ത് സ്റ്റേജിലിരുത്തുമ്പോൾ അപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് കഥ എഴുതി തുടങ്ങിയിട്ട് 40 വർഷമായി എന്നുള്ളത്. അപ്പോൾ ഈ 40 വർഷത്തിനുള്ളിൽ ഞാൻ 40 കഥ എഴുതിയോ എന്ന് ചോദിച്ചാൽ അത് സംശയമാണ്. അതൊരു നേട്ടമാണോ കോട്ടമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ അത്രയും കഥയെ എഴുതിയിട്ടുള്ളൂ എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഞാൻ എപ്പോഴും പറയാറ്, ഓരോ കഥ എഴുതി തീരുമ്പോഴും എൻ്റെ ആദ്യ പുസ്തകം ഓരോരോ തിരിവുകൾ എന്ന് പറയുന്ന എൻ്റെ ആദ്യ പുസ്തകം, അതിൻ്റെ ആമുഖത്തിൽ ഞാൻ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഓരോ കഥ എഴുതി തീരുമ്പോഴും ഞാൻ ആഹ്ലാദത്തിൻ്റെ കടലും ആകാശവും ആവുന്നു. പക്ഷേ ഒരുപാട് കഥകൾ എൻ്റെ സ്വപ്നമാണ് എന്ന് പറയാൻ എനിക്ക് ധൈര്യം പോരാ. കാരണം അത്രമാത്രം കാലിബർ ഉണ്ടോ എനിക്ക് എന്നുള്ളത് അന്നും എനിക്ക് സംശയമുണ്ട്, ഇന്നും എനിക്ക് സംശയമുണ്ട്. പിന്നെ അടുത്ത വരി ഞാൻ എഴുതിയത്, ഞാൻ തന്ന വാക്ക് എന്ത് ചെയ്തു കുഞ്ഞേ എന്ന് നക്ഷത്രം ചോദിക്കുമ്പോൾ എടുത്തു കാണിക്കാൻ എനിക്ക് ഒരു പിടി കഥകൾ മാത്രം മതി എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു പിടി കഥകളുമായിട്ടാണ്, അതിൻ്റെ മേൽവിലാസത്തിലാണ് ഞാൻ അറിയപ്പെടാൻ ആഗ്രഹിച്ചത് എല്ലാ കാലത്തും. പക്ഷേ കഥ എഴുത്തിൻ്റെ വഴിയിൽ എനിക്ക് കിട്ടിയ ബോണസുകളാണ് ട്രാൻസ്ലേഷനും കുട്ടിക്കഥ എഴുത്തും അനുഭവ പരമ്പരകളും എല്ലാം. അതൊന്നും ഞാൻ ഒരിക്കലും മോഹിച്ചതല്ല, വളരെ യാദൃശ്ചികമായിട്ട് എൻ്റെ വഴിയെ വന്നു ചേർന്നതാണ്. അപ്പോൾ കഥ എഴുതുന്നത്
ആ ഒരു പ്രോസസ്സ് അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന് പ്രത്യേകിച്ച് ഒരു നിശ്ചിതമായ ഉത്തരമില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ MG യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു സമയത്ത് ഞാൻ ഓഫീസിൽ നിന്ന് തിരിച്ചു വന്ന ഒരു വൈകുന്നേരം എനിക്ക് എൻ്റെ ഒരു കൂട്ടുകാരിയുടെ ഫോൺ കോൾ വരികയാണ്. അവർ MTech കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു, എക്സാം എഴുതിയിട്ടില്ല. ബിടെക് കഴിഞ്ഞിട്ടാണല്ലോ MTech വരുന്നത്. അപ്പോൾ അവരെന്നോട് അന്ന് ഞാൻ വീട്ടിലേക്ക് വന്ന് കയറുമ്പോൾ ഫോൺ ബെല്ലടിക്കുന്നുണ്ട്. ഞാൻ ഫോൺ ബെല്ലെടുക്കുമ്പോൾ അപ്പുറത്ത് ഈ കുട്ടിയാണ്. അപ്പോൾ അവരെന്നോട് പറയുകയാണ്, ഇന്ന് ഞാൻ ഒരു തുള്ളി വെള്ളം കുടിച്ചിട്ടില്ല, എൻ്റെ മേല് മുഴുവൻ നീല പാടുകളാണ്. അതായത് ഭർത്താവ് അടിച്ചിട്ട്. അവർ എന്നോട് പറഞ്ഞു, ഞാൻ എന്നോട് തന്നെയുള്ള ഒരു പ്രതികാരം പോലെയാണ് ഞാൻ ഇന്ന് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതിരുന്നത് എന്ന്. അവരുടെ ആ അവലാദികളുടെ കെട്ട് 1 മണിക്കൂറോളം ഞാൻ കേട്ടു. പക്ഷെ ഞാൻ അന്ന് ആ കുട്ടിയോട് എന്നും പറഞ്ഞിരുന്ന ഒരു കാര്യം, എന്തുകൊണ്ട് MTech ബിരുദധാരിയായിട്ടും ഇങ്ങനെ ഈ പാടുകൾ ശരീരത്തിൽ നീലച്ച പാടുകളുമായിട്ട് കഴിയേണ്ടി വരുന്നു എന്നുള്ളൊരു ചോദ്യം ഞാൻ ആദ്യം മുതലേ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷെ ഞാൻ എത്രമാത്രം ആ കുട്ടിയെ ബോധവതിയാക്കാൻ ശ്രമിച്ചാലും ഈ നീലച്ച പാടുകളിൽ നിന്ന് പുറത്തേക്ക് കടക്കണം എന്ന് പറഞ്ഞാലും ആ കുട്ടിക്ക് ബോധ്യമാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ 1 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ചായ കുടിക്കാൻ ധൃതിയായിട്ട് ഞാൻ ഫോൺ വെച്ചിട്ട് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ അന്ന് ആ ഒരു ടോക്ക് എൻ്റെ മനസ്സിലങ്ങനെ വളരെ വലിയൊരു മുറിവുണ്ടാക്കി എന്ന് തന്നെ പറയണം. അപ്പോൾ പിന്നീട് എന്നോ ഒരിക്കൽ എനിക്ക് താമരക്കനി എന്ന് പറയുന്ന കഥ എഴുതാൻ പ്രചോദനമായത് ആ വൈകുന്നേരത്തെ സംഭാഷണവും അതിൽ കടന്നു വന്ന ആ നീലച്ച പാടുകളുമാണ്. അപ്പം ഞാൻ ആ കഥയിൽ എഴുതിയിരിക്കുന്നത്, ഭർത്താവ് ഈ സ്ത്രീയെ പല ഓമനപ്പേരുകളാൽ വിളിക്കുകയാണ്. നീലക്കുറിഞ്ഞി, കാട്ടുകുറിഞ്ഞി, താമരക്കനി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് പേരുകളാൽ. അയാൾക്ക് അതേസമയം തന്നെ വേറൊരു സ്ത്രീയോട് ബന്ധമുണ്ട് എന്നവൾക്ക് അറിയുകയും ചെയ്യാം. പക്ഷെ അവൾ എന്നിട്ടും ആ ബന്ധത്തിൽ തുടരുമ്പോൾ അവളുടെ ആ ഒരു സബ്മിസീവ് നേച്ചർ കണ്ടിട്ട് ആ വീട്ടിലെ വാഷിംഗ് മെഷീൻ അത് പ്രതികരിക്കുന്നതായിട്ടാണ് ആ കഥ അവസാനിക്കുന്നത്. അപ്പോൾ വാഷിംഗ് മെഷീൻ ചോദിക്കുന്നു അവളോട്, നിനക്ക് ഈ കെട്ട് പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങിക്കൂടെ? ഈ വാഷിംഗ് മെഷീൻ ഒരു ഒരു ഫോറിൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഒരു ഇംഗ്ലീഷ് ലേബലാണ് അതിനുള്ളത്. അപ്പോൾ അവർ പറയുകയാണ്, ഞങ്ങൾ ഇംഗ്ലീഷുകാർ ഞങ്ങൾ ജീൻസ് ഇടുക മാത്രമല്ല ചെയ്യുക, ഞങ്ങൾ എന്തൊരു ചെറിയ കാര്യത്തിലും സ്വയം പര്യാപ്തരാവാൻ ശ്രമിക്കും എന്ന് പറയുന്ന ഒരു ബോധവൽക്കരണത്തിന് ആ വാഷിംഗ് മെഷീൻ ശ്രമിക്കുന്നതായാണ് ആ കഥ തീരുന്നത്. പിന്നെ എൻ്റെ ഒരു സമാഹാരത്തിലും ഉൾപ്പെടാത്ത ഞാൻ അടുത്തിടെ എഴുതിയ ഒരു കഥ, മൃണ്മയം എന്ന് പറഞ്ഞ കഥ. ആ കഥയുടെ തീമും എനിക്ക് എങ്ങനെ കിട്ടി എന്ന് ചോദിച്ചാൽ ഒരുപാട് കാലം പുറകിലേക്ക് സഞ്ചരിക്കേണ്ടി വരും. ഞാനൊരിക്കൽ സിനിമ കാണാനായിട്ട് ക്യൂവിൽ നിൽക്കുമ്പോൾ ഒരു സാധാരണ സ്ത്രീ, ഒരു വയസ്സായ തല നരച്ച ഒരു സ്ത്രീ എൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരോട് വെറുതെ ഇങ്ങനെ സംസാരിച്ചൊക്കെ വന്നപ്പോൾ അവരെന്നോട് പറഞ്ഞു, എനിക്ക് അത്ഭുതം തോന്നി, അവരെല്ലാ സിനിമകളെക്കുറിച്ചും വളരെ അപ് ടു ഡേറ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. മലയാളം മാത്രമല്ല, ഹിന്ദി, തമിഴ് എല്ലാം. അപ്പം ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു, ഇങ്ങനെ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് സിനിമ കാണാൻ ഇറങ്ങുന്നത് എന്തായിരിക്കും എന്നിങ്ങനെ ആലോചിച്ച് സംസാരിച്ചു വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരോട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഡിപ്രഷൻ മാറ്റാനായിട്ട് സിനിമ കാണാൻ പോകൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരുടെ വീട്ടിലെ ബാക്ക്ഗ്രൗണ്ട് പിന്നെ അവരെന്നോട് മെല്ലെ പറയുമ്പോഴാണ് മനസ്സിലാവുന്നത് അവരുടെ ഹസ്ബൻഡിൻ്റെ കാല് മുറിച്ച് ആ ഹസ്ബൻഡിൻ്റെ ശുശ്രൂഷയിലാണ് അവരുടെ ഫുൾ ടൈം. അപ്പോൾ അതിൽ നിന്നൊന്ന് ഒരു വിടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അവരോട്, ആ ഡിപ്രഷനിൽ നിന്ന് പുറത്ത് കിടക്കാൻ വേണ്ടിയിട്ടാണ് ഡോക്ടർ ഇങ്ങനെ സിനിമ കാണൂ എന്നവരോട് പറയുന്നത്. അപ്പോൾ ആ സ്ത്രീ ഏത് സിനിമ കാണാൻ പോകുമ്പോഴും ഏത് ക്യൂവിൽ നിൽക്കുമ്പോഴും ഈവൻ ബുക്ക് മൈ ഷോയിൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ പോലും എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നിരുന്നു. ആ സ്ത്രീയാണ് മൃണ്മയം എന്ന് പറഞ്ഞ കഥയിൽ ഒരു കഥാപാത്രമായിട്ട് അല്ലെങ്കിൽ കഥ തന്നെയായിട്ട് രൂപപ്പെട്ടത്. അപ്പോൾ
എങ്ങനെ ഏത് നിമിഷത്തിൽ ഏത് ഇലയനക്കമാണ് കഥയായി മാറുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് നിശ്ചയമില്ല. അത് ഒഴുക്കിൽ ഒരില പോലെ എൻ്റെ ഉള്ളിലേക്ക് വന്നടിയുന്നു എന്ന് പറയാനാണ് എനിക്കിഷ്ടം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഓർത്തു നോക്കുകയാണെങ്കിൽ ഞാൻ 2 വർഷമായി ഒരു ചെറുകഥ എഴുതിയിട്ട്. അടുത്തിടെ കുട്ടികൾക്കുള്ളൊരു ചെറിയ നോവൽ എഴുതിയത് ഒഴിച്ചു നിർത്തിയാൽ ഞാൻ കാര്യമായിട്ടൊന്നും എഴുതിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ അപ്പോഴും ഇപ്പോൾ എന്താ പറയുക, പല ഓണപ്പതിപ്പുകളിലും അല്ലെങ്കിൽ വാർഷിക പതിപ്പുകളിലും എന്നോട് കഥ ചോദിക്കുമ്പോൾ ഞാൻ പറയാറുള്ളത്, ഇപ്പോൾ എൻ്റെ കയ്യിൽ കഥയില്ല, കഥയുണ്ടാവുമ്പോൾ തരാം എന്നാണ്. പക്ഷേ അങ്ങനെ പറയാൻ മാത്രം ഉള്ള ഒരു സ്ഥിതിയിലേക്ക് എന്നെ പത്രാധിപന്മാരും ഒക്കെ തിരിച്ചറിയുന്ന ഒരവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം തിരിച്ചറിയുമ്പോൾ പോലും ഞാൻ പണ്ടത്തെ ഒരു കാര്യം ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുന്നുണ്ട്. എൻ്റെ ഒരു കഥ ഓണപ്പതിപ്പിൽ ആദ്യമായിട്ട് വരുന്നത് ജന്മഭൂമിയിലാണ്. അന്നത് കാത്തിരുന്നിരുന്നു. കാരണം ഏതെങ്കിലും ഒരു ഓണപ്പതിപ്പ് അല്ലെങ്കിൽ ഒരു വാർഷിക പതിപ്പ് എൻ്റെ കഥ ചോദിക്കണേ എന്ന് പ്രാർത്ഥിച്ച് നടന്നിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു എന്നുള്ളത് ഞാൻ ഇപ്പോഴും ഓർമ്മയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അന്ന് ജന്മഭൂമിയിലെ ആ കഥ, ഓണക്കഥ തിരിച്ചറിഞ്ഞിട്ടാണ് ഗ്രേസി ടീച്ചറൊക്കെ എന്നോട് കൂട്ടാവുന്നത്. ആ ഓണപ്പതിപ്പിലെ ഏറ്റവും മികച്ച കഥ പ്രിയയുടേതായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കഥ എഴുതിയിട്ട് 2 കൊല്ലമായി എന്ന് പറയുമ്പോഴും ചിലപ്പോൾ ജീവിതത്തിൽ ഏതെങ്കിലുമൊക്കെ വഴിത്താരകളിൽ ഇങ്ങനെ തട്ടിത്തടഞ്ഞ് നിൽക്കുന്ന അവസരങ്ങൾ ഉണ്ടാവുമ്പോഴും എനിക്ക് ഊർജമാവുന്നത് എൻ്റെ കഥ എഴുത്താണ്. ഞാൻ എന്തിന് കഥ എഴുതുന്നു എന്ന് ചോദിച്ചാൽ എനിക്ക് ജീവിക്കാനുള്ള ഊർജം സംഭരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കഥ എഴുതുന്നത് എന്നാണ് ഞാൻ എല്ലാവരോടും പറയാറ്. ചില ദിവസങ്ങളിൽ എന്തൊക്കെയോ ഒരു ഡൾ മൊമെൻറ്റ്സിൽ നിന്ന് മറികടക്കാൻ ഇനി എന്ത് ചെയ്യണം എന്ന് വഴി കാണാതെ ആലോചിച്ചിരിക്കുന്ന ചില ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരാൾ, ചിലപ്പോൾ ഒരു കുട്ടിയായിരിക്കാം, കുട്ടിക്കഥകൾ വായിച്ച ഒരു കുട്ടിയായിരിക്കാം, അനുഭവക്കുറിപ്പുകളിലൂടെ കടന്നുപോയ ഏതെങ്കിലും ഒരാളായിരിക്കാം, കഥ വായിച്ച ഒരാളായിരിക്കാം, അവർ വന്ന് നമ്മളുടെ വാതിലിൽ മുട്ടി വിളിക്കുന്നത് പോലെ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് വരും. നിങ്ങളുടെ കഥ എന്നെ മുന്നോട്ട് നടക്കാൻ പ്രേരിപ്പിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ കഥ അച്ഛൻ എന്ന് പറഞ്ഞൊരു കഥ ഞാൻ എഴുതിയിട്ടുണ്ട്. മാതൃഭൂമിയിൽ ആദ്യം വന്ന, അല്ലെങ്കിൽ ഗ്രോണപ്പ് പേജിൽ ആദ്യം വന്ന എൻ്റെ കഥയാണത്. അപ്പോൾ ആ കഥയിലെ അച്ഛൻ എന്ന് പറഞ്ഞ കഥാപാത്രം, ആ അച്ഛനെ ഓർമ്മയിൽ കൊണ്ട് നടക്കുന്നവർ ഇപ്പോഴുമുണ്ട് എന്ന് തിരിച്ചറിയുന്ന ഒരു നിമിഷം. മാനാഞ്ചിറയിൽ കടൽ തീരത്ത് തണ്ണിമത്തൻ കൂട്ടിയിട്ടിരിക്കുന്നത് കാണുമ്പോൾ പ്രിയയുടെ കഥയിലെ അച്ഛനെ ഓർമ്മ വരുന്നു എന്ന് പറയുന്ന ഒരു നിമിഷം, അതൊക്കെയാണ് ശരിക്കും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. പിന്നെ കഥയെഴുത്ത് കഴിഞ്ഞ് ഞാൻ കടന്നു വന്ന ഒരു മേഖല എന്ന് പറഞ്ഞാൽ അത് വിവർത്തനത്തിൻ്റെതാണ്. വിവർത്തനവും എൻ്റെ ജീവിതത്തിൽ വളരെ യാദൃച്ഛികമായി സംഭവിച്ച ഒരു കാര്യമാണ്. ഞാൻ 2 പുസ്തകങ്ങളാണ് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് ജയശ്രീ മിശ്രയുടെ ഏൻഷ്യൻ പ്രോമിസസ്, ജന്മാന്തര വാഗ്ദാനങ്ങൾ എന്നുള്ള പേരിൽ. പിന്നെ അരുന്ധതി റോയിയുടെ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ്, കുഞ്ഞു കാര്യങ്ങളുടെ ഒടേ തമ്പുരാൻ എന്നുള്ള പേരിലും. അപ്പോൾ ഈ 2 പുസ്തകങ്ങളും ട്രാൻസ്ലേറ്റ് ചെയ്ത അനുഭവങ്ങൾ വെച്ചുകൊണ്ട് എന്നോട് ക്ലാസ് എടുക്കാനും സെമിനാറുകളിൽ പങ്കെടുക്കാനും ഒക്കെ എനിക്ക് ഒരുപാട് ക്ഷണങ്ങൾ വരാറുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും സ്വീകരിക്കാറില്ല. കാരണം എനിക്കിതിൻ്റെ ഒന്നും പിറകിലുള്ള, ഈ ട്രാൻസ്ലേഷൻ്റെ പിറകിലുള്ള തിയറിയെക്കുറിച്ച് സംസാരിക്കാൻ പറഞ്ഞാൽ എനിക്കറിയില്ല. ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്ത ഈ 2 പുസ്തകങ്ങളും എൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നതാണ്. അപ്പോൾ എനിക്ക് ഒരു പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് എൻ്റെ കാഴ്ചപ്പാടുകളോട് അല്ലെങ്കിൽ എൻ്റെ മനസ്സിനോട് ചേർന്ന് നിൽക്കുന്നതായിരിക്കണം എന്നാണ് ഞാൻ എപ്പോഴും വിചാരിക്കാറ്. പിന്നെ ഈ ട്രാൻസ്ലേഷൻ, 2 ട്രാൻസ്ലേഷനും മുതിർന്നതും എൻ്റെ മലയാളത്തിലോ അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷിലോ എനിക്കുള്ള വിശ്വാസം കൊണ്ടല്ല. അരുന്ധതി റോയിയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അന്ന് എം മുകുന്ദൻ അടക്കമുള്ളവർ, സക്കറിയ അടക്കമുള്ളവർ പറഞ്ഞിരുന്നു ഈ പുസ്തകം ട്രാൻസ്ലേറ്റബിൾ അല്ല എന്ന്, ഇത് മലയാളത്തിന് വഴങ്ങില്ല എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഒരു വാശി തോന്നി. അത് എന്നെക്കുറിച്ചല്ല, എൻ്റെ മലയാളം
പുറകിലാവരുത്, ഇത് മലയാളത്തിന് വഴങ്ങില്ല എന്ന് പറയും, മലയാളത്തിനെ പുറകിലേക്ക് നിർത്തുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ മലയാളം പുറകിൽ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ആണ് ഒരു വാശി പോലെ ഞാൻ ആ ട്രാൻസ്ലേഷൻ ഏറ്റെടുത്തത്. ഇപ്പോഴും ആ ട്രാൻസ്ലേഷൻ ഒന്നുകൂടി വായിച്ചു നോക്കാൻ പറഞ്ഞാൽ ഞാൻ അതിന് മുതിരില്ല. കാരണം ഇന്നും അന്നും അത് ലാസ്റ്റ് പ്രൂഫ് വായിച്ചു കൊടുക്കുമ്പോഴും എൻ്റെ ഉള്ളിൽ എനിക്ക് തോന്നിയിരുന്നത് എനിക്ക് ഇനിയും ഇത് നന്നാക്കാൻ കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ട്രാൻസ്ലേഷൻ, ആ 2 ട്രാൻസ്ലേഷൻ കഴിഞ്ഞ് ജയശ്രീ മിശ്രയുടെ പല പുസ്തകങ്ങളുടെയും ട്രാൻസ്ലേഷൻ്റെ ഓഫർ വന്നു. അരുന്ധതിയുടെ അറ്റ്മോസ്റ്റ് ഹാപ്പിനെസ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറഞ്ഞു. പക്ഷെ അതൊന്നും എന്തോ എൻ്റെ ഹൃദയത്തിൽ തട്ടിയില്ല എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വിവർത്തനത്തിൽ നിന്ന് മാറി നിന്നത്. പിന്നെ വിവർത്തനം എന്ന് പറയുന്നത് ഇപ്പോൾ ഇക്കാലത്ത് വളരെ യാന്ത്രികമായി തീരുന്ന ഒരു പ്രോസസ്സും ഞാൻ മുന്നിൽ കാണുന്നുണ്ട്. കാരണം ഇത്ര ദിവസത്തിനുള്ളിൽ വളരെ മെക്കാനിക്കലായിട്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല എനിക്ക് വിവർത്തനം. അതുകൊണ്ട് ഞാനതിൽ നിന്ന് തൽക്കാലം മാറി നിൽക്കുന്നു. ഇനി എനിക്ക് ഹൃദയത്തിൽ തട്ടുന്ന അല്ലെങ്കിൽ എൻ്റെ കാഴ്ചപ്പാടുകളോട് ചേർന്ന് നിൽക്കുന്ന ഒരു പുസ്തകം എനിക്ക് വായിക്കാൻ ഇടവന്നാൽ ചിലപ്പോൾ ഞാൻ ഇനിയും ചെയ്തേക്കാം എന്നേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ ഞാൻ കടന്നു വന്ന എത്തിച്ചേർന്ന വേറൊരു വഴി അനുഭവക്കുറിപ്പുകളുടേതാണ്. അനുഭവക്കുറിപ്പുകൾ എന്ന് പറയുമ്പോഴും അതും ഞാൻ ഒട്ടും വിചാരിച്ചതല്ല അങ്ങനെ ഒരു ഏരിയയിലേക്ക് എത്തിപ്പെടണം എന്ന്. അപ്പം നമ്മൾ എഴുതി തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ സാഹിത്യകാരന്മാർ എന്നുള്ളൊരു ഗ്രൂപ്പിലേക്ക് നമ്മൾ ചേർക്കപ്പെടുമ്പോൾ ചിലപ്പോഴൊക്കെ ചില മാഗസിനുകളിൽ നിന്നോ അല്ലെങ്കിൽ ന്യൂസ് പേപ്പറുകളിൽ നിന്നോ നമ്മളോട് ചോദിക്കും, ഇന്ന ഒരു കാര്യത്തെക്കുറിച്ച് ലേഖനം എഴുതാമോ എന്ന് ചോദിക്കും. അപ്പോൾ അങ്ങനെ കുട്ടിക്കാലത്തെക്കുറിച്ച് അല്ലെങ്കിൽ എഴുത്തുകാരി ആയി തീർന്നതിനെക്കുറിച്ച് അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ച മഴയെക്കുറിച്ച് എന്നൊക്കെ പറഞ്ഞ് ഓരോ പത്രങ്ങളിൽ അന്നും ഇന്നും നമ്മളോട് ആവശ്യപ്പെടാറുണ്ട്. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ഞാൻ എഴുതി തുടങ്ങിയത്. അപ്പോൾ എൻ്റെ കുട്ടിക്കാലത്തെക്കുറിച്ച് ചോദിച്ചാൽ എനിക്ക് കുറേ ആശുപത്രികളാണ് ഉണ്ടായിരുന്നത്. അപ്പം ഞാൻ അതെഴുതി. അപ്പോൾ അതെഴുതി. പിന്നെ മഴയെക്കുറിച്ച് ചോദിച്ചപ്പോഴും ഞാൻ മഴ കൊണ്ടിട്ടില്ല, മഴ കൊള്ളാൻ ആഗ്രഹിച്ചിരുന്ന കുട്ടിയാണ് എന്ന അർത്ഥത്തിൽ നനയാത്ത മഴ എന്ന കുറിപ്പെഴുതി. അപ്പോൾ പൊതുവെ ഒരു ഇംപ്രഷൻ വന്നു, ഞാനിങ്ങനെ ആശുപത്രികളെക്കുറിച്ച് പേർത്തും പറയുന്നു എന്നുള്ളൊരു ആരോപണം വന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര ഉള്ളിലൊരു സങ്കടമാണ് തോന്നിയത്. കാരണം എനിക്കൊരു കൂടല്ലൂരിനെ കുറിച്ച് പറയാനില്ല, എനിക്കൊരു നീർമാതളം പൂത്ത കാലത്തെക്കുറിച്ച് പറയാനില്ല. എനിക്ക് പറയാനുണ്ടായിരുന്നത് ഞാൻ അനുഭവിച്ചു വന്ന വഴികളെക്കുറിച്ചാണ്. അപ്പോൾ അതും ഞാനൊരു വാശി പോലെ എടുത്തു. ഞാൻ ഇനിയും പറയും ഞാൻ വന്ന വഴികളെക്കുറിച്ച്. ഞാൻ കടന്നു വന്ന മരുന്നിൻ്റെ മണമുള്ള ആശുപത്രിയുടെ ഇടനാഴികളെക്കുറിച്ച് ഞാൻ പേർത്തും പറയും എന്ന് ഞാൻ തീരുമാനിക്കുകയും അങ്ങനെയാണ് ഞാൻ അനുഭവക്കുറിപ്പുകളിലേക്ക് കടന്നു വന്നത് എന്ന് പറയാം. അത് പിന്നെ എന്താ പറയുക, ആ ഒരു എഴുത്ത് പലർക്കും പല വൈതരണികളും കടക്കാനുള്ള ഒരു വഴികാട്ടലായിട്ട് മാറിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പം അനുഭവക്കുറിപ്പുകൾ പേഴ്സണലായിട്ട് മാത്രമല്ല ഞാൻ എഴുതിയിരിക്കുന്നത്. എൻ്റെ കാഴ്ചപ്പാടുകൾ, എൻ്റെ ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ, ഞാൻ കണ്ട മനുഷ്യർ, അങ്ങനെ പലതിനെയും ചേർത്ത് വെച്ച് എൻ്റെ അനുഭവക്കുറിപ്പുകളുടെ ലോകം കുറച്ചുകൂടി വിശാലമാക്കുകയാണ് ഞാൻ പിന്നീട് ചെയ്തത്. അങ്ങനെ ഒരു 3-4 പുസ്തകങ്ങളുടെ കളക്ഷൻ ഓർമ്മക്കുറിപ്പുകളുടേതായിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കൊത്തങ്കല്ലുകൾ, ഓർമ്മയാണ് ഞാൻ, ഒഴുക്കിലൊരില്ല, തന്മയം, അങ്ങനെ 3-4 പുസ്തകങ്ങൾ. ഒരുപക്ഷെ എനിക്ക് ചിലപ്പോൾ ഒക്കെ തോന്നാറുണ്ട് ഈ ഓർമ്മയെഴുത്തിൻ്റെ വഴി തെളിച്ചത് തന്നെ ഞാനാണോ എന്നെനിക്ക് തോന്നാറുണ്ട്. കൊച്ചു കാര്യങ്ങളുടെ ഓർമ്മക്കുറിപ്പുകൾ, വലിയ കാര്യങ്ങളല്ല. ഞാൻ എപ്പോഴും കൊച്ചു കാര്യങ്ങളുടെ ഒരു ലോകത്താണ് ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആ ഓർമ്മക്കുറിപ്പുകളുടെ ഒരു വഴിയെ പോകുന്നതിനിടയിലാണ് ഞാൻ കുട്ടിക്കഥ എഴുത്ത് എന്ന് പറയുന്ന ലോകത്തിലേക്കും കടന്നു വന്നത്.
അപ്പോൾ കുട്ടിക്കഥകൾ എഴുതുക ഒരുപാട് വായിച്ചാണ് വളർന്നിരിക്കുന്നത്. കുട്ടിക്കഥകൾ അന്ന് വായിക്കുമ്പോൾ ഒന്നും മനസ്സിലായിട്ട് അങ്ങനെയൊന്നും ശ്രദ്ധിച്ചിട്ടില്ല, ഇത് ആരാണ് എഴുതണമെന്നൊന്നും ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ പിന്നെ വലുതായി ആ പുസ്തകങ്ങൾ ഒന്നുകൂടെ എടുത്തൊക്കെ നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് മലയാളത്തിലെ പ്രശസ്തരായ ഒരുപാട് വലിയ എഴുത്തുകാർ കുട്ടിക്കഥകൾ എഴുതിയിട്ടുണ്ട്. ബഷീർ എഴുതിയിട്ടുണ്ട്, കാരൂർ എഴുതിയിട്ടുണ്ട്, ലളിതാംബിക അന്തർജനം എഴുതിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഗോസായി അപ്പൂപ്പൻ എന്നൊക്കെ പറഞ്ഞ ഒരു പുസ്തകം വായിക്കുമ്പോൾ അന്ന് അറിയില്ലായിരുന്നു അത് ലളിതാംബിക അന്തർജനം എഴുതിയതാണെന്ന്. അപ്പോൾ അങ്ങനെ ഒരു വായനയുടെ വഴിയെ വരുമ്പോൾ ഈ കുട്ടിക്കഥകളാണ് ശരിക്കും വായനയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ആ കുട്ടിക്കഥകൾ മനസ്സിലുണ്ടായിരുന്നു എങ്കിൽ പോലും ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടില്ല, ഞാൻ ആ വഴിയെ സഞ്ചരിക്കും എന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. അത് ഒരു നിമിത്തം പോലെ ഞാൻ കുട്ടിക്കഥ എഴുത്തിലേക്ക് തിരിയുകയായിരുന്നു എന്ന് പറയാം. ഒരിക്കൽ MG യൂണിവേഴ്സിറ്റിയിൽ ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എന്നെ ഒരു സ്ത്രീ കാണാൻ വന്നു. അപ്പോൾ അവർ ഞാനിരിക്കുന്ന ജനാലക്കരികിൽ വന്നിട്ട് പറഞ്ഞു, എറണാകുളം സെൻറ്റ് തെരേസാസിലെ മലയാളം ലെക്ചറാണ്. അപ്പോൾ അവരുടെ മകള് അത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു അഡോപ്റ്റഡ് ചൈൽഡാണ്. അപ്പോൾ അവൾക്ക് മലയാളത്തിന് മാത്രം ഏറ്റവും മാർക്ക് കുറവാണ്. അപ്പോൾ ക്ലാസ്സിൽ ടീച്ചർ അവളെ എണീപ്പിച്ച് നിർത്തിയിട്ട് ചോദിക്കും, മലയാളം മിസ്സിൻ്റെ മകളായിട്ടും ഇത്ര കുറവ് മാർക്ക് മലയാളത്തിന് എന്താ വാങ്ങിക്കുന്നതെന്ന്. അപ്പോൾ അവൾ അമ്മയോട് വന്നിട്ട് പറയും, നശിച്ച മലയാളം എന്ന് പറയും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ആ സംസാരം കഴിഞ്ഞ് ടീച്ചർ തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ തിരിച്ചു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് തോന്നി ഈ കുട്ടികളെ മലയാളത്തിലേക്ക് തിരിച്ചു പിടിക്കാൻ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നി. അങ്ങനെയാണ് ഞാൻ നേരത്തെ എഴുതി വച്ചിരുന്ന ഒരു ചെറിയ ഒരു കഥ ഡെവലപ്പ് ചെയ്ത് ഒരു 10 ദിവസം കൊണ്ട് ഡെവലപ്പ് ചെയ്ത് 10 ചാപ്റ്ററുള്ള ഒരു കുഞ്ഞു നോവലാക്കി. അത് ചിത്രശലഭങ്ങളുടെ വീട് എന്ന് പറഞ്ഞ് പ്രസിദ്ധീകരിച്ചു. അപ്പം ഞാനത് പ്രസിദ്ധീകരിച്ചു, പിന്നെ അതിൻ്റെ കാര്യം മറക്കുകയും ചെയ്തു. പക്ഷേ അതിന് കാലം പോകെ അതിന് ഭീമ ബാലസാഹിത്യ അവാർഡ് കിട്ടി. അപ്പം ഭീമ ബാലസാഹിത്യ അവാർഡിൻ്റെ അന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിനകത്തെ ഫൈനൽ ജൂറി ആയിട്ട് വരുന്നത് കുട്ടികളുടെ ഒരു പാനലാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇഷ്ടമായി എന്നറിയുകയും പലയിടത്തുനിന്നും കുട്ടികൾ ആ പുസ്തകം ഇഷ്ടമായി എന്ന് പറഞ്ഞ് എനിക്ക് കത്തയക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ വിചാരിച്ചിരുന്നില്ല ഞാൻ ഈ കുട്ടിക്കഥ എന്ന് പറയുന്ന ലോകത്തിലേക്ക് പിന്നെയും കാലൂന്നും എന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല. പിന്നെ എൻ്റെ മകനുണ്ടായ കാലത്താണ് ആകാശവാണിയിലെ കൊച്ചി FM VM ഗിരിജ എന്നോട് ചോദിച്ചു, പ്രിയ ഒരു കുട്ടിക്കഥകളുടെ ഒരു പരമ്പര ഒരിടത്തൊരിടത്ത് എന്ന് പറഞ്ഞ അവർക്കൊരു പ്രോഗ്രാമുണ്ട്, അതിലേക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഒരുപാട് ജീവിത പ്രശ്നങ്ങളുടെ നടുവിലും മോനെ വളർത്തുന്ന 2 വയസ്സേ ആയിട്ടുള്ള മോൻ, അപ്പോൾ ഞാൻ എഴുത്തിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ട് വിട്ടു നിൽക്കുന്ന ഒരു സമയമായിരുന്നു. ഏതാണ്ട് ഒരു 5 വർഷം ഞാൻ ചെറുകഥകളൊന്നും എഴുതിയിട്ടേ ഇല്ല. അപ്പോൾ എനിക്ക് തോന്നി പ്രത്യേകിച്ച് കഥ എഴുത്തിനെന്ന് പറഞ്ഞ് നീക്കി വയ്ക്കാനൊരു സമയമില്ലാത്ത ഒരു സ്ഥിതിക്ക് ഞാനും മോനും ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ലോകം, ഞങ്ങളുടെ വീടിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ആ ലോകം പകർത്തി വയ്ക്കാം എന്ന് ഞാൻ തീരുമാനിച്ചു. അപ്പോൾ അങ്ങനെ അമ്മയും കുഞ്ഞുണ്ണിയും അമ്മയും എന്ന് പറഞ്ഞ ഒരു പുസ്തകം എഴുതുകയാണ് ഉണ്ടായത്. പക്ഷേ അത് ഞാൻ വിചാരിക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് കുട്ടികൾ കൊണ്ടാടി എന്നുള്ളതാണ് സത്യം. എന്നോട് പലരും ഞാൻ എവിടെയെങ്കിലുമൊക്കെ നടന്നു പോകുമ്പോൾ എന്നോട് കുട്ടികളുടെ പേരൻസ് വന്ന് പറഞ്ഞു, 2 വയസ്സുള്ള കുട്ടികൾ, അവർക്ക് അക്ഷരമൊന്നും വായിക്കാൻ അറിയില്ലല്ലോ, അവർ ഈ അച്ഛനും അമ്മയും വായിച്ച് കൊടുത്ത് കേട്ടുള്ള പരിചയത്തിൽ വൈകുന്നേരം ആകുമ്പോൾ ഈ പുസ്തകം എടുത്ത് കക്ഷത്തിൽ വെച്ചിട്ട് നമുക്ക് കുഞ്ഞുണ്ണി അമ്മയുടെയും കഥ വായിക്കാം എന്ന് പറയുന്ന ഒരു നിമിഷം. അപ്പോൾ അതെനിക്ക് ഭയങ്കരമായിട്ട് എൻ്റെ ഹൃദയത്തിൽ തട്ടിയ ഒരു കാര്യമാണ്. ഒരുപക്ഷെ വലിയവർക്ക് എഴുതുന്നതിനേക്കാൾ കൂടുതൽ എനിക്ക് ആഹ്ലാദം കൊണ്ടുതന്ന നിമിഷങ്ങളാണ് അതെല്ലാം. അപ്പോൾ അങ്ങനെ എങ്ങനെയൊക്കെയോ പിന്നെ ഞാൻ കുട്ടിക്കഥകളുടെ ലോകത്തേക്ക് കൂടുതൽ വ്യാപൃതയാവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇപ്പോഴും അത് കാലം കുറച്ചുകൂടി ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ എനിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും കുട്ടികളുടെ ലിറ്ററേച്ചറിന് കിട്ടുകയുണ്ടായി. പക്ഷെ ഇപ്പോഴും എനിക്കറിയില്ല
സത്യത്തിൽ ഓരോ പുസ്തകം കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോഴും ഞാൻ ഉള്ളിൽ എന്നോട് തന്നെ ചോദിക്കുന്നുണ്ട്, ഇത് ഒരു കുട്ടി എങ്ങനെയാണ് ആക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ആ ഒരു ചോദ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് എപ്പോഴും എഴുതുന്നത്. പക്ഷെ ഇപ്പോഴും ഈ അടുത്ത കാലത്ത് ഒരു മാസം മുമ്പ് ഞാൻ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു നോവൽ എഴുതി. അത് അടുത്ത് തന്നെ മാതൃഭൂമി പ്രസിദ്ധീകരിക്കും പുസ്തകമായിട്ട്. അപ്പോൾ അതൊരു പഴയ കാലം, ഒരു ഓട്ടോബയോഗ്രഫിക്കൽ എലമെൻറ്റ് കൂടിയുള്ള എൻ്റെ ഒരു കുട്ടിക്കാലത്തെക്കുറിച്ചാണ് ഞാൻ എഴുതിയത്. ഒരു ഭൂമി, ഒരു വീട്, ഒരു തങ്കക്കുട്ടി എന്നായിരുന്നു ആ പുസ്തകത്തിൻ്റെ പേര്. അപ്പോൾ അത് ഞാൻ വിചാരിച്ചു, അതിനകത്ത് ഈ കശുവണ്ടി ചുട്ട മണത്തെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ കശുവണ്ടി ചുട്ട മണം എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ കുട്ടിക്ക് അതെങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും? അത് ഇപ്പോഴത്തെ മൊബൈൽ ഫോണിൻ്റെയും റീൽസിൻ്റെയും ഗെയിംസിൻ്റെയും ഒക്കെ കാലത്തിരിക്കുന്ന ഒരു കുട്ടിക്ക് എങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റും എന്ന് നല്ല സംശയമുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ തൊട്ടടുത്ത വീട്ടിലെ CBSE കാരനായ ഒരു മോൻ, അവൻ ഇംഗ്ലീഷ് ബുക്സേ വായിക്കാറുള്ളൂ, മലയാളം വായിക്കാറില്ല. അവൻ്റെ അമ്മ രാത്രിയിൽ വായിച്ചു കൊടുക്കും ഈ പുസ്തകം. അപ്പോൾ ക്രിസ്മസ് ആയപ്പോഴത്തേക്കും ഇത് പ്രസിദ്ധീകരിച്ച് സീരിയലൈസ് ചെയ്ത് വരുന്നത് നിന്നു. അപ്പോൾ അത് നിന്നപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യം, തങ്കക്കുട്ടി ക്രിസ്മസ് ഒഴിവിന് പോയതായിരിക്കും അല്ലേ, ക്രിസ്മസ് കഴിഞ്ഞ് തിരിച്ചു വരുമായിരിക്കും അല്ലേ ബാക്കി കഥകളുമായിട്ട് എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോഴും ഇന്നലെയും കൂടെ ആ വീട്ടിലെ ആളുകൾ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ വീടിനടുത്തുകൂടെ പോകുമ്പോൾ ആ കുഞ്ഞ് പറയും, ഇത് തങ്കക്കുട്ടിയുടെ വീടാണ്, പ്രിയായസിൻ്റെ വീടാണ് എന്ന് പറയും എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു റെക്കഗ്നിഷൻ, ഈ കുട്ടികളിൽ നിന്ന് കിട്ടുന്ന റെക്കഗ്നിഷൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും വലുതാണ് എന്ന് പറയാൻ കാരണം, അവർക്ക് നമ്മളുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ചൊന്നും അറിയില്ല. അത് നമുക്ക് അവാർഡ് കിട്ടിയോ, അവാർഡ് കിട്ടുമോ, ആരാണ് എന്നൊന്നും അറിയില്ല. അവരുടെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ആ കഥയോട് അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൊമെൻറ്റിൽ എവിടെയോ വെച്ചാണ് അവർക്ക് കഥയോട് ഇഷ്ടം തോന്നുന്നത്. അപ്പോൾ അവരുടെ ഒരു ഇന്നസെൻസിൽ നിന്നാണ് ആ കഥയോടുള്ള ഇഷ്ടം വരുന്നത്. അപ്പോൾ നമുക്ക് ഈ കുട്ടികളെ വായനയിലേക്ക് പിടിച്ചെടുക്കാൻ ഈ കുട്ടിക്കഥകൾ ഒരു വലിയ നല്ല ഒരു മാർഗമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് മലയാളത്തിലേക്ക് പിടിച്ചെടുക്കാൻ മാത്രമല്ല ഉപകരിക്കുക എന്നും കൂടെ എനിക്ക് ബോധ്യമായിട്ടുണ്ട്. കാരണം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഒരു ഗ്രാൻഡ് പേരൻറ്റ്, ഒരു അമ്മൂമ്മ എന്നോട് വന്ന് പറഞ്ഞു, അവർ വെക്കേഷന് അവരുടെ കുട്ടികൾ ഗ്രാൻഡ് ചിൽഡ്രൻ US-ലാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർ ഈ കഥകൾ എൻ്റെ 2-3 പുസ്തകങ്ങളുമായിട്ട് പോയിട്ട് ആ കഥകൾ വായിച്ചു കൊടുക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി, മലയാളം അറിയാത്ത കുട്ടി, ആ കഥകൾ കേൾക്കുകയും കഥകളുടെ ലോകം രസിക്കാൻ തുടങ്ങുകയും അതുവഴി അവൻ കുഞ്ഞു കുഞ്ഞ് ഇംഗ്ലീഷ് പുസ്തകങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായത്, കുട്ടിക്കഥകൾ നമ്മൾ എഴുതി പ്രസിദ്ധീകരിക്കുന്നതിനോടൊപ്പം അതിൻ്റെ പോഡ്കാസ്റ്റുകളും കൂടി ധാരാളമായിട്ടുണ്ടായാൽ അത് കുട്ടികളിലേക്ക് എത്തും എന്നുള്ളതാണ്. പിന്നെ കുട്ടികൾക്ക് വേണ്ടി എഴുതുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ ചിത്രങ്ങളിൽ ശ്രദ്ധിക്കണം എന്നുള്ളതാണ്. കാരണം ചിത്രം കണ്ടിട്ടാണ് കുട്ടി പുസ്തകം മറിക്കാൻ തുടങ്ങുക. അപ്പോൾ അത്രയും അട്രാക്റ്റീവായിട്ട്, അത്രയും ക്യാപ്റ്റിവേറ്റിംഗ് ആയിട്ട് വേണം നമ്മൾ കുട്ടികൾക്ക് വേണ്ടുന്ന ചിത്രങ്ങൾ ഒരുക്കാൻ എന്നുള്ളത് അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ ചുറ്റും കാണുന്ന ഒരു രീതി എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കഥകൾക്കനുസൃതമായ കളർഫുൾ ഇല്ലസ്ട്രേഷൻസ്, കുട്ടികളുടെ കണ്ണിൽ നിറഞ്ഞു നിൽക്കുന്ന വിധമുള്ള ഇല്ലസ്ട്രേഷൻസ് മലയാള സാഹിത്യത്തിൽ ഉണ്ടാവുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. ചിത്രങ്ങളുടെ ആ ഒരു സൈഡ് കുട്ടികളുടെ പുസ്തകങ്ങൾക്ക് വരയ്ക്കുക എന്ന് പറയുന്നത് ഒരു സ്പെഷ്യലൈസ്ഡ് ഏരിയ തന്നെയാണ്. അപ്പോൾ ആ ഏരിയയിൽ നമുക്ക് ചിത്രകാരന്മാർ വളരെ കുറവാണ് എന്നുള്ളത് എടുത്തു പറയേണ്ടുന്ന ഒരു വസ്തുതയാണ് എന്നുകൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എന്നോട് പലപ്പോഴും പലരും പറയാറുള്ള ഒരു കാര്യം, കറൻറ്റ് ബുക്സിലെ ജോണി എന്നോട് എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഒരു നോവൽ എഴുതാനുള്ള അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഓർമ്മക്കുറിപ്പുകളായിട്ട് എഴുതി തീർത്തു കഴിഞ്ഞു.
നിങ്ങൾ ഈ സ്കൂട്ടർ കാറ് വാങ്ങിക്കാൻ വെച്ചിരിക്കുന്ന പൈസ എടുത്തിട്ട് സ്കൂട്ടർ വാങ്ങിക്കുന്ന പോലെയാണ് നിങ്ങൾ ചെയ്യണത് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒരുപക്ഷെ അത് ശരിയായിരിക്കാം എന്നെനിക്ക് പിന്നീട് തോന്നാറുണ്ട്. പക്ഷേ ഈ അനുഭവങ്ങൾ നമുക്കറിയില്ല, നമുക്കിനി എത്ര കാലം ഉണ്ട് എന്നൊന്നും അറിയില്ല, ആർക്കും അറിയില്ല. പക്ഷെ നമ്മൾ മുമ്പോട്ട് പോവുക ഈ അനുഭവങ്ങളുടെ ഒരു കെട്ടുമായിട്ടിങ്ങനെ നടന്നു പോകുമ്പോൾ അത് ഉള്ളിൽ അടക്കി വയ്ക്കാൻ എനിക്ക് തോന്നാറില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഈ അനുഭവങ്ങൾ ഞാനില്ല എങ്കിൽ എൻ്റെ അനുഭവങ്ങൾ വേറെ ആർക്കും എഴുതാൻ പറ്റില്ല. ഞാനില്ലെങ്കിലും നോവലുകൾ പലരിൽ നിന്നും വരും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ ഈ അനുഭവങ്ങൾ എൻ്റേത് മാത്രമായ അനുഭവങ്ങൾ ഞാൻ ഇങ്ങനെ ഉള്ളിൽ കൊണ്ടു നടന്നാൽ, അത് എഴുതി വച്ചില്ലെങ്കിൽ അത് രേഖപ്പെടുത്തേണ്ടത് ഞാൻ തന്നെയാണ് എന്നുള്ളത് കൊണ്ട് ഞാൻ എഴുതി വയ്ക്കുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ ബാലചന്ദ്രൻ ചുള്ളിക്കാടിൻ്റെ ഒരു കവിതയിലെ വരികൾ ഞാൻ തന്മയം എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ എടുത്തു ചേർത്തിട്ടുണ്ട്. അത് ഞാൻ വായിക്കാം. അതെപ്പോഴും എൻ്റെ ഉള്ളിലുള്ളതാണ്. കാരണം എഴുതാൻ പ്രേരിപ്പിക്കുന്നത്, ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് അക്ഷരങ്ങളാണ് എന്നുള്ളതാണ് സത്യം. അപ്പോൾ എവിടെയൊക്കെയോ ഇരുന്ന് നമ്മളെ തിരിച്ചറിയുന്ന കുറച്ച് പേരും നമ്മളുടെ വായനയോട് വായനയെ ഉള്ളിൽ ചേർത്ത് പിടിക്കുന്ന ചിലർ എവിടെയൊക്കെയോ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിൽ ഈ വരികൾ എപ്പോഴും മനസ്സിലുണ്ട്. നിന്നെ ഞാൻ കണ്ടിട്ടില്ല, നിന്റെ പേരെന്താണാവോ, നീ പെണ്ണോ പുരുഷനോ, നീ എനിക്കാരാണാവോ, എങ്കിലും സുഖത്തിൻ്റെ മാമ്പഴം മുറിക്കുമ്പോൾ, ഇന്ദ്രിയങ്ങളിൽ കൊടും തീയല പടരുമ്പോൾ, നിന്നെ ഞാൻ ഓർക്കുന്നു, നീ പാതിരാത്തി വണ്ടിയിൽ എൻ്റെ ഈണം തീണ്ടി ഉറങ്ങാതിരിപ്പുണ്ടാം. തീർച്ചയായിട്ടും എന്നെ ജീവിപ്പിക്കാനായിട്ട് ഏതോ പാതിരാത്തി വണ്ടിയിൽ ആരോ ഉണർന്നിരിപ്പുണ്ട് എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. നമസ്കാരം മാം, എൻ്റെ പേര് നയന ആർപ്പിള്ള എന്നാണ്. എൻ്റെ മോൾക്ക് വേണ്ടിയാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. മോൾക്ക് മാമിനെ കാണണം എന്നുണ്ടായിരുന്നു. തങ്കക്കുട്ടിയുടെ കഥ വായിച്ചിട്ട് മാമിനെ കാണാൻ വേണ്ടി എത്തിയിരിക്കുക. ഞാൻ ഒന്ന് അങ്ങോട്ട് അയച്ചോട്ടെ മോളെ.